സന്ദേശത്തിൽ അഭിനയിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് വരാതിരുന്നതിന് ശേഷം ഞാനും ജഗദീഷ് ശ്രീകുമാറും തമ്മിൽ പല സ്ഥലത്തും വെച്ച് കാണാറുണ്ട്. പക്ഷേ ഈ വിഷയത്തെപ്പറ്റി ഞാൻ എന്തെങ്കിലും പരാതി പറയുകയോ എന്തുകൊണ്ട് താങ്കൾ വന്നില്ല എന്ന് ചോദിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു ദിവസം വളരെ സ്നേഹപൂർവ്വം എന്നെ ഒന്ന് ഉപദേശിച്ചു. പുള്ളി പറഞ്ഞു, ശ്രീനി തീരെ പോരാന്ന് പറഞ്ഞു. നിങ്ങൾ വളരെ കുറച്ച് സിനിമകളിൽ മാത്രമേ അഭിനയിക്കുന്നുള്ളൂ, ധാരാളം സിനിമകളിൽ നിങ്ങളെ വിളിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ പോകുന്നില്ലെന്നാണ് ഞാൻ കേട്ടത്. ഈ കാറ്റുള്ളപ്പോഴേ തൂറ്റാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തിയറിയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്താണ് അതിന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ 20-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു. 20 മുതൽ 30 വരെ നമ്മൾ ഡേറ്റ് കൊടുക്കുന്നു, എഴുതി ഒപ്പിട്ടിട്ട് അഡ്വാൻസ് വാങ്ങുന്നു. അത് കഴിഞ്ഞ് 20 മുതൽ 30 വരെ വേറൊരു സിനിമയുടെ ആൾക്കാർ നിങ്ങളെ വിളിച്ചാൽ അതേ ഡേറ്റ് നമ്മൾ കൊടുക്കും. ഈ 20-ാം തീയതി ആകുമ്പോൾ ഈ 5 അഡ്വാൻസ് വാങ്ങിച്ച സിനിമകളുണ്ടല്ലോ, അതിൽ ഏത് നടക്കും ഏത് നടക്കില്ല എന്ന് നമുക്കറിയാം. കഥാനായകൻ വരാമെന്ന് പറഞ്ഞിട്ട് അയാൾ കൃത്യസമയത്ത് വന്നില്ല എന്ന് വരും. അങ്ങനെ ചിലപ്പം 3-4 സിനിമകൾ നടന്നില്ല എന്ന് വരും. നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്നു, ബാക്കി 4 സിനിമയുടെ അഡ്വാൻസ് ചുമ്മാ നമ്മുടെ കയ്യിലിരിക്കും. ഇത് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അവർ കാരണമല്ലേ അതിൻ്റെ ഷൂട്ടിംഗ് നടക്കാത്തത്. ഞാൻ പറഞ്ഞു അത് തരക്കേടില്ലെന്ന് പറഞ്ഞു. പിന്നെ ചിലപ്പോഴൊക്കെ 2-3 സിനിമകൾ ഒന്നിച്ചുണ്ടായെന്ന് വരും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം സാർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരുമായിട്ടൊരു കോംപ്രമൈസിലെത്തിയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഒരു ദിവസം ആലപ്പുഴയിലെ റൈബാൻ ഹോട്ടലിൽ വെച്ച് ഞാനൊരു സിനിമയുടെ ഷൂട്ടിങ്ങായിട്ട് ആ ഹോട്ടലിൽ താമസിക്കുക. അപ്പോൾ ജഗദീഷ് ശ്രീകുമാർ ചെല്ലാമെന്നൊരു സ്ഥലത്തേറ്റു, ജഗദീഷ് ശ്രീകുമാർ ചെല്ലാമെന്ന് വേറൊരു സ്ഥലത്തേറ്റു. ജഗദീഷ് ശ്രീകുമാർ 3-മതൊരു സിനിമയിൽ ഇവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജഗദീഷ് ശ്രീകുമാറിനെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വേറെ 2 സംഘങ്ങൾ തമ്മിൽ ഗംഭീര അടി. ആ അടി നടന്നുകൊണ്ടിരിക്കുന്ന നേരത്ത് അക്ഷോഭ്യനായി എന്ത് ചെയ്യണമെന്നറിയാതെ മുറിയുടെ വാതിക്കൽ പുള്ളി വളരെ ടെൻഷനോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അടുത്തേന്ന് ചോദിച്ചു, ഡേറ്റ് കൊടുക്കൽ കൊള്ളാം, തിരക്കേടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്ന് പറഞ്ഞിട്ട് പതുക്കെ തിരിഞ്ഞു ഒറ്റ നടപ്പ്.